ഇതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കലക്കൻ ഒരു വീഡിയോ കാണാൻ പറ്റും. സോറി, ഒരു വ്യൂ കാണാൻ പറ്റും. ഒരുപാട് നാളായി ഡെസ്റ്റിനേഷൻ ട്രാവലൊക്കെ ചെയ്തത്. അപ്പോൾ ഇപ്പം നിൽക്കുന്നത് അതിരപ്പള്ളിയാണ്. നമ്മൾ ഒരുപാട് തവണ അതിരപ്പള്ളി വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു വ്യൂ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് കാണുന്ന ടൈപ്പ് വ്യൂ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്ത് വന്നതാണ് ഈ കാണുന്നത്. ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടെറൈനിൽ കൂടെ നമ്മൾ ട്രാവൽ ചെയ്തപ്പോൾ വന്നത്, അതായത് നടന്ന് വന്നിരിക്കുക. സത്യം പറഞ്ഞാൽ ഒരുപാട് നാൾക്ക് ശേഷം ഒന്ന് ട്രാവൽ ചെയ്തതിൻ്റെ സന്തോഷത്തിലാണ്. കാര്യം നമ്മൾ ഒരുപാട് തവണ അതിരപ്പള്ളി വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു വ്യൂ സത്യം പറഞ്ഞാൽ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. നമുക്കിപ്പോൾ ആലപ്പുഴ അതിരപ്പള്ളി വരെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാഴ്ചയുണ്ട്. കാര്യം ഫോറസ്റ്റ് റൂട്ടിൽ കൂടെയാണ് നമ്മൾ വരുന്നത്. പിന്നെ നല്ല കുറേ റോഡുണ്ട്. അതൊക്കെ എൻജോയ് ചെയ്ത് നമ്മളിവിടെ എത്തിക്കഴിയുമ്പോൾ നല്ല ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല വ്യൂവും കിട്ടും നമുക്ക്. അതാണ് അതിരപ്പള്ളിയുടെ ഒരു പ്രത്യേകത. പിന്നെ ഇവിടുന്ന് വേണമെങ്കിൽ വാൽപ്പാറയൊക്കെ പോകാം. അത്യാവശ്യം നല്ല ദൂരം നടന്ന് ആ വാട്ടർഫോൾസിൻ്റെ അടുത്ത് വരെ നമ്മൾ എത്തി. അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടി. പക്ഷേ ആ ഏരിയ റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. പിന്നെ തിരിച്ച് അത്രയും ദൂരം നടന്നും അത്യാവശ്യം ടയർഡായത് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുക ഈ ഒരു അരുവിയുടെ സൈഡിൽ. വേറെ മൂടാണ്. കാര്യം നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു ക്ലൈമറ്റും ഈ ഒരു കാടും വെള്ളവും അരുവി എല്ലാം കൂടെ ആകുമ്പോൾ വേറെ അല്ലേ അതിനാണ്.